ഞാൻ ഈ പ്രൊസീജിയർ ചെയ്യാൻ പോണേനെ ഒരു 2 ദിവസം മുന്നേ നടന്നു. എറണാകുളത്ത് ഒരു പുള്ളി ഇതുപോലെ ഇങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് കുറച്ച് ഇഷ്യൂസിലേക്ക് അത് പോയത്. ഹായ്, ഞാൻ രോഹിത്. ഫിലിം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണത്. ഈ വർക്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ കാര്യങ്ങളെല്ലാം നല്ലോണം ഉണ്ട്. അപ്പം അതിനൊരു ശാശ്വതമായ പരിഹാരം എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ ക്യൂട്ടീസ് ഇന്റർനാഷണൽ വന്നിരിക്കുകയാണ്. ഇന്ന് അതിന്റെ പ്രൊസീജിയറാണ്. അങ്ങനെ മാർക്കിങ് കഴിഞ്ഞു. ഇനി കഷണ്ടിയിലത്തെ ലാസ്റ്റത്തെ ഒരു സെൽഫി. നമ്മൾ വിചാരിച്ചേക്കാളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാവും എന്താവും എന്നൊക്കെ. പക്ഷെ ഇവിടുത്തെ ഡോക്ടർ ആയിക്കോട്ടെ, ടെക്നിക്കൽ സ്റ്റാഫ്സ്, മറ്റു ഡോക്ടർമാർ എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഒപ്പം പെയിൻ ഉണ്ടോ എങ്ങനെയാണ് ഭയങ്കര കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ പ്രൊസീജിയർ അടിപൊളിയായിട്ട് തീർന്നു. അങ്ങനെ ആ 10 ദിവസം കടന്നുപോയി. ഇന്ന് ഹെഡ് വാഷ് ആയിരുന്നു. മുടിയൊക്കെ ഒരുവിധമൊക്കെ വളർന്ന് ഇങ്ങനെ ആ ഒരു റൂട്ടൊക്കെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഇവര് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഇവരുടെ ഒരു ഫോളോ അപ്പ് ഉണ്ട്. രാവിലെ ആകുമ്പോൾ നമ്മൾ വിളിക്കും, മരുന്ന് കഴിച്ചോ, പിന്നെങ്ങനെയാ, സ്വെല്ലിംഗ് ഉണ്ടോ, അതോ പെയിൻ ഉണ്ടോ. അത് നമ്മളൊരു ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചൊരു കാര്യമാണ്. വളരെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആയിരുന്നു. ഞാൻ ഈ പ്രൊസീജിയർ ചെയ്യാൻ പോണേനെ ഒരു 2 ദിവസം മുന്നേ നടന്നു. എറണാകുളത്ത് ഒരു പുള്ളി ഇതുപോലെ ഇങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് കുറച്ച് ഇഷ്യൂസിലേക്ക് അത് പോയത്. അതിങ്ങനെ പീക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ വീട്ടിൽ അവതരിപ്പിക്കുന്നത്. മൊത്തം എതിർപ്പ്, മോനെ വേണടാ, എന്തിനാണ് നീ ചെയ്യണേ. ഈ പറയുന്ന എല്ലാ കാര്യത്തിനെയും അതിശയിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ക്യൂട്ടീസിന്റെ ട്രീറ്റ്മെന്റും അവിടുത്തെ പ്രൊസീജിയറും ബാക്കിയുള്ള നമ്മളോടുള്ള പെരുമാറ്റവും ഡീലിങ്സും എല്ലാം. ഏതൊരാൾക്കും, സാധാരണ ഒരാൾക്കും കടന്നു ചെന്ന് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്ഥലമാണ് ക്യൂട്ടീസ്. അത് ഞാൻ ധൈര്യത്തോടു കൂടി പറയാം.